ഹലോ ഗുഡ് മോർണിംഗ്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ BA ഹിസ്റ്ററിയുടെ സെക്കൻഡ് സെമസ്റ്ററിലുള്ള ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന ബുക്കിൻ്റെ ഫസ്റ്റ് ബ്ലോക്കിലെ 5ാമത്തെ യൂണിറ്റായ ദി ഡിക്ലൈൻ ഓഫ് ദ ഇന്ത്യൻ സിവിലൈസേഷൻ എന്ന ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. പ്രധാനമായും ഇതിൽ പറയുന്നത് ഇന്ത്യൻ സിവിലൈസേഷൻ്റെ തകർച്ചയെ കുറിച്ചിട്ടാണ്. അപ്പോൾ ജസ്റ്റ് എന്താണ് ഇതിൽ പറയുന്നത്, ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഉള്ളത്, പ്രധാനപ്പെട്ട പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറയുകയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ദ ഡിക്ലൈൻ ഓഫ് ദ ഇന്ത്യൻ സിവിലൈസേഷൻ. ഇന്ത്യൻ സിവിലൈസേഷൻ ഒരുപാട് തവണ എല്ലാവരും കേട്ടിട്ടുള്ള പദമായിരിക്കും. ഇതിനു മുന്നുള്ള ഒരുപാട് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകളിലൊക്കെ ഇന്ത്യൻ സിവിലൈസേഷൻ, ഹരപ്പൻ സംസ്കാരം, സിന്ധു നദീതട സംസ്കാരം എന്നിവയെ കുറിച്ചൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാകും. അപ്പോൾ അതിനെക്കുറിച്ച് തന്നെയാണ്, അതിൻ്റെ തകർച്ച, എങ്ങനെയാണ് ആ സംസ്കാരം നാഗരികത തകർന്നത് എന്നതിനെ കുറിച്ചാണ് ഇതിൽ നോക്കുന്നത് കേട്ടോ. ഓക്കെ, എന്താണ് സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നാൽ എന്താണ്? ഫസ്റ്റ് നോക്കാം. പുരാതന ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ നഗര സിവിലൈസേഷനുകളിൽ ഒന്നാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ സിവിലൈസേഷൻ. ഇതിനെ ഹരപ്പൻ സംസ്കാരം അല്ലെങ്കിൽ ഹരപ്പൻ സിവിലൈസേഷൻ എന്നും വിളിക്കാറുണ്ട്. ഇതിന് ഒരുപാട് സവിശേഷത നിറഞ്ഞ ഒരു സിവിലൈസേഷനാണ് ഇന്ത്യൻ സിവിലൈസേഷൻ. BC 3300 to 1300 BC വരെ നിലനിന്ന പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും വ്യത്യസ്ത ഭാഗങ്ങളിൽ വികസിച്ചു കിടക്കുന്ന ഒരു സിവിലൈസേഷനാണ് ഇത്. ഇതിൻ്റെ പ്രധാന സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ അർബൻ പ്ലാനിങ്, വെൽ പ്ലാനഡ് ആയിട്ടുള്ള സിറ്റീസ് എല്ലാം നിർമ്മിച്ചിട്ടുള്ളത് അർബൻ പ്ലാനിങ്. അതേപോലെ തന്നെ ട്രേഡ്, പിന്നെ അവരുടെ ഭാഷ പ്രത്യേകം എടുത്ത് പറയുന്നത്, പക്ഷേ ഇതുവരെ ഒന്നും ആർക്കും വായിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് അവരുടെ തകർച്ചയുടെ ഒരു കാരണമായിട്ട് പറയുന്നത്. അപ്പോൾ ഒരുപാട് സവിശേഷങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു സിവിലൈസേഷനാണ് ഹരപ്പൻ സിവിലൈസേഷൻ. നമുക്ക് ഇതിൽ അതിൻ്റെ ഡിക്ലൈൻ, തകർച്ചയുടെ പ്രധാന കാരണങ്ങളാണ് പറയുന്നത്. അതിൻ്റെ പോയിന്റ്സ് എന്താണെന്ന് കറക്റ്റ് നോക്കി പഠിച്ചാൽ മതി. അതിൻ്റെ പോയിന്റ്സ് പഠിച്ച് ജസ്റ്റ് അതിനെ വിശദീകരിച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം ഇതിനെക്കുറിച്ച് എഴുതാൻ പറ്റും കേട്ടോ. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ദ ഡിക്ലൈൻ ഓഫ് ദ ഹരപ്പൻ സിവിലൈസേഷൻ ഭാഗത്ത് ടെക്സ്റ്റ് നന്നായി എല്ലാവരും വായിക്കുക. കൂടെ ഞാൻ പറഞ്ഞു തരുന്ന പോയിന്റ്സ് പാടെ അതിൽ ആഡ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഹരപ്പൻ സവിശേഷത. ഹരപ്പൻ സംസ്കാരത്തിൻ്റെ സവിശേഷതയുടെ കാരണങ്ങളാണ് പറയുന്നത്. ഒരുപാട് കാരണങ്ങളുണ്ട്, ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമല്ല ഹരപ്പൻ സംസ്കാരം തകർന്നത്. അതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത് ആര്യൻ ഇൻവേഷൻ തിയറി, അതേപോലെ തന്നെ നേച്ചുറൽ ഹസാർഡ്, ട്രേഡ് ഡിക്ലൈൻ, എൻവിറോൺമെൻറ്റൽ ചേഞ്ച്, ക്ലൈമറ്റ് ചേഞ്ച് എന്നീ വ്യത്യസ്ത തരം കാരണങ്ങൾ ഇതിന് പറയുന്നുണ്ട്. ഓരോന്ന് പറയാം. അതുപോലെ തന്നെ ഒന്ന് രണ്ട് അതിൻ്റെ ആൾക്കാർ, അത് ആരാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ അതിനോട് യോജിക്കുന്ന ആരൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് രണ്ട് പേര് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുകൂടി പഠിച്ച് വെക്കണം. അതും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നല്ല മാർക്ക് എക്സാമിന് നൽകാൻ കഴിയട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയുന്നത് ഹരപ്പൻ സിവിലൈസേഷൻ്റെ തകർച്ച ആരംഭിക്കുന്നത് മോഹൻജദാരോയിലാണ്. മോഹൻജദാരോയിൽ ഏകദേശം 2200 BC തന്നെ തകർച്ച ആരംഭിച്ചിട്ടുണ്ട്. ചില ഹരപ്പൻ സംസ്കാരങ്ങൾ 1800 BC വരെ നിലനിന്നിട്ടുണ്ട്. മോഹൻജദാരോ, ധോളാവീര എന്നിവ അതിൻ്റെ ഭാഗമായി കാലിബംഗ, ബനാലി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തകർച്ച നേരിട്ടിട്ടുണ്ട്. ഉള്ള നഗര ജീവിതങ്ങളൊക്കെ വളരെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വ്യത്യസ്ത കാരണം, തീർച്ചയായും ഒരു കാരണം മാത്രമല്ല ഹരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ളത്. വ്യത്യസ്ത കാരണങ്ങളാണുള്ളത്. പ്രകൃതി ദുരന്തങ്ങൾ, കാലാവസ്ഥ വ്യതിയാനം, വ്യാപാര തകർച്ച, പ്രകൃതി വിഭവങ്ങളുടെ ക്ഷയം എന്നീ വ്യത്യസ്ത കാരണങ്ങളാണ് ഹരപ്പൻ സിവിലൈസേഷൻ്റെ തകർച്ചയ്ക്ക് നേരിട്ടുള്ളത്. പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നതാണ് ആര്യൻ ഇൻവേഷൻ. നമുക്ക് പഠിക്കാനുണ്ട് ആര്യൻ ഇൻവേഷൻ തിയറി. പ്രധാനപ്പെട്ട ഒന്നാണ് ഹരപ്പൻ സിവിലൈസേഷൻ്റെ ഡിക്ലൈൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ആര്യൻ ഇൻവേഷൻ തിയറി എന്നുള്ളത്. അത് പ്രധാനമായും ഫസ്റ്റ് ആദ്യമായി അതിന് പറഞ്ഞു വെച്ചിട്ടുള്ളത് രാമപ്രസാദ് ചന്ദ്രയാണ്. 1926 ഫസ്റ്റ് ഫുഡ് ഫ്രണ്ട് ബൈ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ രാമപ്രസാദ് ചന്ദ്രയാണ് ആദ്യമായി പരാമർശിച്ചിട്ടുള്ളത്. ആര്യൻ ഇൻവേഷൻ തിയറി ആദ്യമായി പരാമർശിച്ചിട്ടുള്ളത് രാമപ്രസാദ് ചന്ദ്രയാണ്. അതുപോലെ തന്നെ അത് പോപ്പുലേഷൻ ജനകീയമാക്കിയത് മോർട്ടിമർ വീലറാണ് കേട്ടോ.
വീലറിൻ്റെ അഭിപ്രായത്തിൽ മോഹൻജദാരോയിൽ കാണുന്ന അസ്ഥികൾ എന്നിവയൊക്കെ അതിൻ്റെ തകർച്ച ആര്യൻ ഇൻവേഷൻ കാരണമാണെന്നാണ്. അതുപോലെ തന്നെ സെമിത്തേരി സംസ്കാരം ആര്യൻ സംസ്കാരമാണ് എന്നും വീലർ അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ ഒരുപാട് പേര് ഈ ആര്യൻ ഇൻവേഷൻ തിയറിയെ ക്രിട്ടിസൈസ് ചെയ്ത്, അതായത് വിമർശിച്ചിട്ടുണ്ട്. വി കാനെ, ജോർജ് ഡയലെ, ബി ലാൽ തുടങ്ങിയവരൊക്കെ ഇതിനെ വിമർശിച്ചിട്ടുണ്ട്. പുരാതന ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരിക്കലും ഒരു സിവിലൈസേഷന്റെ തകർച്ച നിശ്ചയിക്കാൻ കഴിയില്ല എന്നാണ് അവർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഹരപ്പൻ നഗരങ്ങളിൽ യുദ്ധത്തിന്റെ ആക്രമണത്തിന്റെ യാതൊരു ദൃശ്യങ്ങളിൽ ലഭ്യമല്ല. അതുകൊണ്ട് പുറത്തുനിന്നുള്ള ഒരു ആക്രമണം അതിലൂടെ ഉണ്ടായിട്ടില്ല എന്നാണ് അവർ അഭിപ്രായപ്പെടുന്നത്. അടുത്ത ഭാഗത്ത് പറയുന്നത് ഹരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയുടെ മറ്റൊരു കാരണമാണ് അസ്ഥികൂടങ്ങൾ തമ്മിൽ സംസ്കാരവുമായി ബന്ധമില്ല എന്നാണ്. AKR കാൻഡി പറയുന്നത് പുതിയ ആര്യന്മാരുടെ സാന്നിധ്യത്തിന്റെ തെളിവുകളൊന്നുമില്ല എന്നാണ്. അതായത് ആര്യന്മാർ ഇവിടേക്ക് വന്നു എന്നതിന് പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ല. ഇൻഡോ ആര്യൻ ഇൻവേഷൻ സിദ്ധാന്തം അദ്ദേഹം തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആര്യൻ ഇൻവേഷൻ തിയറി. അടുത്തതാണ് പ്രകൃതി ദുരന്തങ്ങൾ, നദിയുടെ പ്രവാഹങ്ങളിലെ മാറ്റം എന്ന് പറയുന്നത്. അതായത് നേച്ചുറൽ ഹസാർഡ്, പ്രകൃതി ദുരന്തങ്ങൾ. ഹരപ്പൻ നദീതീര സംസ്കാര തകർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ഒന്നാണ് നേച്ചുറൽ ഹസാർഡ് എന്നിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മോഹൻജദാരോ നദിക്ക് വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് മോഹൻജദാരോ ചില പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലായി നിന്നിട്ടുണ്ട്. വീടുകളും റോഡുകളൊക്കെ ഒരുപാട് പുനർനിർമ്മിച്ചതിന്റെ തെളിവുകളൊക്കെ ഉണ്ട്. മോഹൻജദാരോയിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഭൂകമ്പം മൂലമുണ്ടായതാണ് ഹരപ്പൻ സിവിലൈസേഷന്റെ ഡിക്ലൈനിന്റെ പ്രധാന കാരണം എന്നാണ് റോബർട്ട് എൽ റൈറ്റ്സ്, ജോർജ് എഫ് ഡൈൽ എന്നിവർ അഭിപ്രായപ്പെടുന്നത്. ഹിന്ദുസ് നദി പ്രവാഹം മാറി നഗരവും ജനവും പോലും നശിച്ചേക്കാം എന്ന് HT ലാംബ്രിക് അഭിപ്രായപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് ജലലഭ്യതയുടെ കുറവ്. ഹരപ്പൻ നഗരങ്ങൾ ജലലഭ്യത വളരെ കുറവായിരുന്നു. ചില മേഖലയിൽ മോഹൻജദാരോയിൽ ജലാധികം ഉണ്ടായിരുന്നു. മോഹൻജദാരോയിൽ വെള്ളപ്പൊക്കമാണ് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഹഗ്ര തുടങ്ങിയ നഗരങ്ങളിൽ ജലക്കുറവ് മൂലമാണ് ഹിന്ദുസ് സിവിലൈസേഷന്റെ ഡിക്ലൈനിന് പ്രധാന കാരണം എന്ന് പറയുന്നത്. ഘഗ്ഗർ, ഹർക്ര നദി ഉണങ്ങിപ്പോയാൽ കാലാവസ്ഥ ചേഞ്ചസ് എന്നിവ ഹരപ്പൻ സംസ്കാരത്തിന്റെ നാശത്തിന് കാരണമായിട്ടുണ്ട്. മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹരപ്പൻ സംസ്കാരം തകർന്നത് ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമല്ല, ആര്യൻ ആക്രമണം തീർച്ചയായും ഒരു കാരണമാണ്. പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ആര്യൻ ഇൻവേഷനാണ്. അടുത്തത് പ്രകൃതി ദുരന്തങ്ങൾ, ഫ്ലഡ്, അതുപോലെ തന്നെ മറ്റ് ട്രേഡുകളിലെ ഡിക്ലൈന്, വെള്ളപ്പൊക്കം, പിന്നെ നദികളുടെ ഗതി മാറ്റം തുടങ്ങിയ വ്യത്യസ്ത കാരണങ്ങളുണ്ട്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, ക്ലൈമറ്റ് ചേഞ്ച് ഒരു കാരണമാണ്. പിന്നെ ജലക്കുറവും കാർഷികതയിൽ വന്ന കുറവുകളും ഇതിൻ്റെ മറ്റൊരു പ്രധാന കാരണങ്ങളാണ്. ഈ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ് ഇതിൽ പറയുന്നത്. ദ ഡിക്ലൈൻ ഓഫ് ദ ഹരപ്പൻ സിവിലൈസേഷൻ, ഹരപ്പൻ സംസ്കാരം എങ്ങനെയാണ് തകർന്നത് എന്നുള്ളതാണ്. ചെറിയ ഷോർട്ടേജ് പ്രതീക്ഷിക്കാം. അപ്പം ഇത്ര രീതിയിൽ പറയുന്നുള്ളൂ. അതിൻ്റെ തകർച്ചകളുടെ പ്രധാന കാരണങ്ങൾ അതിൽ പറയുന്നു. 1-2 പേര് ആൾക്കാരെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതും കൂടി പഠിക്കുക. ഈ ലാസ്റ്റ് വരുന്ന ഈ ക്വസ്റ്റ്യനും കൂടി പഠിച്ചാൽ അത്യാവശ്യം ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ